ഒറ്റ മിനിറ്റ് കോയമ ചോദിക്കണ്ട. ഹക്കീക്കത്തും ഉദയത്തും എങ്ങനെയാണെന്നുള്ളതും പിന്നെ ആരൊക്കെയാണ് അറക്കേണ്ടതെന്നുള്ളത്. ആരൊക്കെയാണ് അറക്കേണ്ടത് വെച്ചാൽ അതിന് കഴിവുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ജിന് പറഞ്ഞമാർക്ക് തന്നെ പൈസൻ്റെ കെട്ടണമാണെന്നില്ല, ആസ്തി ഉണ്ടായാൽ മതി. ഇപ്പോൾ കുറേ ആൾക്ക് കട അവധിയൊന്നും ഇറങ്ങിയിട്ടില്ല, 4 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ള കടമാണ്. അതിന് വേറെയും വഴിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കായൊക്കെ കിട്ടാനൊക്കെ എന്നാൽ അവർക്ക് ഇപ്പോൾ ചെയ്യാം. നേരെ കുറിച്ച് ഇപ്പോൾ നിർബന്ധമായ ഒരു കട ഇവിടെ വീട്ടേണ്ടതുണ്ട്. ആകെ ഈ കായിനുള്ള വേറൊരു കായില്ല. എന്നാൽ അതുകൊണ്ടൊന്നും ഒതുക്കി തിറക്കാനും പാടില്ല, ഒരു സർക്കും കൊടുക്കാൻ പാടില്ല, പള്ളിക്കൊക്കെ കൊടുക്കാൻ പാടില്ല, ഒരു ദാനധർമ്മം അത് ചെയ്യാൻ പാടില്ല. ഏത് അവധി ഇറങ്ങിയ കടാണ്, വേറൊരു വഴിയില്ല. അപ്പോൾ അതിനുള്ള പൈസ വേറെ എടുത്ത് കൊടുക്കാൻ പാടില്ല. ആ പെരുന്നാളിൻ്റെ അന്നത്തെ ആ രാത്രിൻ്റെ ആ പകലിൻ്റെ അവൻ്റെയും ആശ്രിതരുടെയും ചെലവ് കഴിച്ചിട്ട് ഇതിനുണ്ടോയെന്നുള്ള, അല്ലാതെ ഒരു കൊല്ലത്തിന് ഉണ്ടോയെന്നുള്ളത് ആര് പറഞ്ഞൊരു കൊല്ലം നമ്മൾ ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. ഒരു കൊല്ലത്തെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി അന്നത്തെ രാവും പകലും നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. പിറ്റേന്നത്തെ നല്ല തന്നോളൂ. അന്നത്തെ രാവും പകലും ഓൻ്റെയും ആശ്രിതരുടെയും ഭക്ഷണവും കാര്യവും പാർപ്പിടവും ഒക്കെ കഴിഞ്ഞ് ബാക്കി ഒരു ഒതുക്കത്തിറക്കാനുള്ള ഒരു ചുറ്റുപാടൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങൾ ആ മൂലയിൽ പറഞ്ഞ വർത്താനം ഓർക്കണോ. അയാൾക്ക് 10 സെൻറ്റും വീടുണ്ട്. ഇയാൾ പറയാണ് എനിക്ക് 10 സെൻറ്റ് വേണ്ട, 5 സെൻറ്റും വീടും മതിയല്ലോ, 5 സെൻറ്റ് വിറ്റാണ് അച്ഛന് പോവാണ്. മൂലയിൽ പറഞ്ഞതാണ്. പിന്നെ ഒളിയത്തും ഹക്കീക്കത്തും പാടെ പറ്റുമെന്ന്. ഒളിയത്തും ഹക്കീക്കത്തും പാടെ പറ്റാതൊക്കെ ഒരാടിൽ 2 പാടെ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഒരു ഓഹരിയിൽ 2 പാടെ ഉദ്ദേശിച്ചു. ഒരു ഓഹരിയിൽ ഒരു കന്നിൻ്റെ ഒരു പോത്തിൻ്റെ ഏലൊന്ന് കൂടി ആ ഏലൊന്നുകൊണ്ട് കുട്ടീൻ്റെ ഹക്കീക്കത്തും വേണം, അയാൾക്ക് ഒളിയത്തും പാടെ വേണമെങ്കിൽ അതിന് തദാഹുൽ എന്ന് പറയാൻ പറ്റൂല. അയാൾക്ക് എന്ത് ചെയ്യുക, 2 ഓരി എടുക്കുക, ഒരു ഓരി ഒളിയത്തുക്കും മറ്റേ ഓരി ഹക്കീക്കത്തും. അല്ലെങ്കിൽ ഹക്കീക്കത്ത് മാത്രമാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒളിയത്ത് മാത്രമാക്കേണ്ടി വരും. ഒളിയത്തിൻ്റെ അത്ര വലിയൊരു അമലൊന്നും ഈ സമയത്ത് വേറെ ഏതും ഇല്ല. ഒളിയത്തിനേക്കാൾ പ്രിയങ്കരമായ ഒരമലും ഇപ്പോൾ ആ ദിവസത്തിൽ വേറെ ഏതുമില്ല. ഭയങ്കര അമലാണ്. ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ? പറ്റും. സഫീർ ചോദിക്കണത് 7 ആളും നാട്ടിലില്ല, ഗൾഫാരാണ്. ഓരോരാളെ ഏൽപ്പിച്ചു. എന്ത് ഏൽപ്പിക്കണം? ഞങ്ങൾക്ക് പഠിച്ചൊരു കന്ന് വാങ്ങണം, അതിന് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ സുന്നത്ത് പറയാൻ പറഞ്ഞു അവരോടൊക്കെ കേട്ടോ. ഞങ്ങൾ ഒതിയത്ത് എന്നല്ല, ഞങ്ങൾ സുന്നത്തായ പറയുമ്പോഴൊക്കെ സുന്നത്ത് കൂട്ടി പറയണം, അല്ല ഞാൻ ഫറലാവും എന്നാണ്. വെറും ഒതിയത്ത് എന്ന് പറഞ്ഞാലും ഫറലാവും. ഈ കന്നിൻ്റെ ഒതിയത്തെന്ന് പറഞ്ഞാൽ തന്നെ എന്താവും? എന്ത് പറയണം? സുന്നത്ത് എന്ന് പറയണം, സുന്നത്തായ ഒതിയത്ത് എന്ന് പറയണം. ഹക്കീക്കത്തിലും അങ്ങനെ തന്നെയാണ്.